ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ പൂർവ്വപീഠിക, അതിൽ ധ്യാന ശ്ലോകങ്ങൾ. 2 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3, 4 ശ്ലോകങ്ങൾ പഠിക്കാം. ആദ്യം ശ്ലോകം 2 വായിക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികീർത്യനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അടുത്ത ശ്ലോകം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോത്ഭാസിതാംഗം പുണ്യോപേദം പുണ്ടരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഇതിൽ ശാന്താകാരം, ഭുജഗശയനം, പത്മനാഭം, സുരേശം, വിശ്വാകാരം, ഇത് പാഠഭേദമുണ്ട്. വിശ്വാധാരം എന്നും വിശ്വാകാരം എന്നും. ഗഗനസദൃശം, മേഘവർണം, ശുഭാംഗം, ലക്ഷ്മീകാന്തം, കമലനയനം, യോഗിഹൃത് ധ്യാനഗമ്യം, യോഗിഹൃദ്ധ്യാനഗമ്യം, വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോക ഏകനാഥം. സർവലോക ഏകനാഥം, സർവലോകൈകനാഥം. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ശാന്ത ആകാരം, ശാന്തമായ സ്വരൂപത്തോടു കൂടിയവൻ, സൗമ്യനാണ് ഭഗവാൻ. ഒരിക്കലും ദേഷ്യം ഭഗവാനില്ല. അപ്പം ശാന്തസ്വരൂപിയും എന്നർത്ഥം. ഭുജഗശയനം, ഭുജകം സർപ്പം, പാമ്പ്. ആദിശേഷൻ എന്ന നാഗത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ എപ്പോഴും. അനന്തശായി എന്ന് ഭഗവാന് പേരുണ്ട്. അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നവൻ. അപ്പോൾ ഭുജഗശയനം എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്മേൽ ശയിക്കുന്നവൻ, പള്ളി കൊള്ളുന്നവൻ എന്നും. പത്മനാഭം, നാഭി, പൊക്കിളിൽ നാഭിയിൽ പത്മമുള്ളവൻ, പത്മം താമര, നാഭിയിൽ താമരയുള്ളവനും. ഇനി സുരേശം, സുരന്മാർ, ദേവന്മാർ, അവരുടെ ഈശൻ, അവരെ ഭരിക്കുന്നവൻ, അവരുടെ എല്ലാം നേതാവ്. അപ്പം സുരേശം എല്ലാ ദേവന്മാരുടെയും ഈശനും. ഈശൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ, ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ. അപ്പോൾ സുരന്മാരുടെ ഈശൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെയൊക്കെ ഈശ്വരനും. വിശ്വാകാരം, വിശ്വാകാരം എന്നാണെങ്കിൽ വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ലോകം, ലോകത്തിൻ്റെ മുഴുവൻ ആകാരം, ആകൃതി എന്നും. വിശ്വാധാരം എന്നാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നത് ഭഗവാനിലാണ് പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. അപ്പം വിശ്വാധാരം എന്നും രണ്ടും ശരി തന്നെ, പാഠഭേദമാണത്. ഗഗന സദൃശം, ഗഗനം ആകാശം, സദൃശം പോലെ, അപ്പം ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നവനും. പിന്നെ മേഘവർണം, മേഘത്തിൻ്റെ കളറോട് കൂടിയവൻ, മേഘവർണം കറുപ്പ്, കറുത്ത നിറത്തോടു കൂടിയവനും. ശുഭ അംഗം, അംഗം അവയവം, ശുഭം എന്ന് പറഞ്ഞാൽ മംഗളം. അപ്പം മംഗളം ആയ, മംഗളകരമങ്ങളായ അവയവങ്ങളോടു കൂടിയവനും. ഭഗവാന്റെ അവയവങ്ങളെല്ലാം മംഗളകരങ്ങളാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളതാണ്. അതുകൊണ്ട് ലക്ഷ്മീകാന്തം, ലക്ഷ്മീ ദേവിയുടെ ഭർത്താവാണ് ഭഗവാൻ. അപ്പം ലക്ഷ്മീകാന്തം, കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവെന്നും നാഥനെന്നും ഒക്കെ അർത്ഥം. അപ്പം ലക്ഷ്മി ദേവിയുടെ നാഥനും. കമലനയനം, കമലം താമര, നയനം കണ്ണ്,
താമര പോലെയുള്ള താമര ഇതൾ പോലെ വികസിച്ചതും നീണ്ടതുമായ കണ്ണുകളോടുകൂടിയവനും കമലനയനം യോഗികളുടെ ഹൃദയത്തിൽ, അതായത് ധ്യാനിക്കുന്ന യോഗികളുടെ ഹൃദയങ്ങളിൽ ചെല്ലുന്നവനും എന്ന് പറഞ്ഞാൽ അത് യോഗികളുടെ ധ്യാനനിരതമായ ഹൃദയത്തിൽ എത്തിപ്പെടാൻ ഭഗവാന് സാമർഥ്യമുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ എത്തുന്നവനും, പിന്നെ ഭവഭയഹരം. ഭവഭയം എന്ന് പറഞ്ഞാൽ ഭവം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, അതായത് ഈ സംസാരം, ഈ ലോകം, ഈ ലോകത്തിലെ ഭയത്തെ ഹരിക്കുന്നവൻ, ഭയഹരം, ഹരിക്കുന്നവൻ, ലോകത്തിലുള്ള ഭയങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന, സംസാര താപങ്ങളെ നശിപ്പിക്കുന്നവനും, ലോകങ്ങൾക്കെല്ലാം നാഥനായിരിക്കുന്നവനും. ഇവിടെ ലോക ഏകനാഥം എന്നാണ്. അപ്പം ലോകത്തിനെല്ലാം ഏകനായ നാഥനായിരിക്കുന്നു മഹാവിഷ്ണു. ലോകങ്ങൾക്കെല്ലാം ഏകനാഥനായിരിക്കുന്നവനുമായ വിഷ്ണു വന്ദേ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥ. ശാന്തസ്വരൂപിയും സർപ്പത്തിന്മേൽ പള്ളി കൊള്ളുന്നവനും ആഭിയിൽ താമരയുള്ളവനും ദേവന്മാരുടെ എല്ലാം ഈശനും ജഗത്ത് മുഴുവൻ ദേഹമായുള്ളവനും ആകാശം പോലെയുള്ളവനും മേഘത്തിൻ്റെ നിറമുള്ളവനും മംഗളകരമായ അവയവങ്ങളുള്ളവനും മഹാലക്ഷ്മിയുടെ നാഥനും താമര പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗികളുടെ ധ്യാനനിരതമായ ഹൃദയത്തിൽ എത്തുന്നവനും സംസാര താപങ്ങളെ നശിപ്പിക്കുന്നവനും ലോകങ്ങൾക്കെല്ലാം നാഥനായിരിക്കുന്നവനുമായ ആ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഈ ശ്ലോകം. അടുത്ത ശ്ലോകം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോൽഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. മേഘശ്യാമം, ശ്യാമള നിറമുള്ളവനും കാർമേഘത്തിനൊത്ത, കാർമേഘം പോലെ കറുത്തവനും എടുക്കാം. ശ്യാമത്തിന് ശ്യാമളം എന്നും കറുപ്പെന്നും അർത്ഥമുണ്ട്. അപ്പം മേഘത്തിനൊത്ത ശ്യാമള നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും, കറുപ്പോ നീലയോ ആകാം, നീലാകാശം, നീലമേഘം എന്നൊക്കെ പറയും. പീതകൗശേയവാസം, പീതം മഞ്ഞ, കൗശേയം പട്ട്, കൗശത്തിൽ നിന്നുണ്ടാക്കുന്നത് കൊണ്ട്, കൗശം എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴു, ആ പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് പട്ടുനൂലുണ്ടാക്കുന്നത്. ആ പട്ടുനൂല് കൊണ്ടാണ് പട്ടുവസ്ത്രം ഉണ്ടാക്കുന്നത്. അപ്പം പീതകൗശേയവാസം, വാസസ് എന്ന് പറഞ്ഞാൽ വാസസ് വസ്ത്രം, ഉടുപ്പ്. അപ്പം മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നവനെന്നർത്ഥം. ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന മറുക്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭൃഗു മഹർഷിയുടെ പാദം പതിച്ച സ്ഥാനം, അതിനെ ഭഗവാൻ മാനിച്ചുകൊണ്ട് തൻ്റെ വക്ഷസിൽ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ശ്രീവത്സം, ആ ശ്രീവത്സം എന്ന മറുകുള്ളവനും കൗസ്തുഭം എന്ന രത്നം, കൗസ്തുഭോൽഭാസിതാംഗം, കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ഒരു രത്നമാണ്, റൂബി എന്നൊക്കെ പറയില്ലേ, അതിനെ ചുവന്ന രത്നമാണ് കൗസ്തുഭം. അത് ഉൽഭാസിതം, ഉൽഭാസിതം പ്രകാശിക്കുക, ശോഭിക്കുക, അംഗം. അപ്പം കൗസ്തുഭം എന്ന രത്നം രത്നത്താൽ ശോഭിക്കുന്നവനും അല്ലെങ്കിൽ പ്രകാശിക്കുന്ന രത്നത്തോടു കൂടിയവനും, അംഗത്തിൽ ആ കൗസ്തുഭരത്നം ധരിച്ചിരിക്കുന്നവനെന്നും എടുക്കാം. കൗസ്തുഭം എന്ന രത്നത്താൽ ശോഭിക്കുന്ന അംഗങ്ങളുള്ളവനും, പിന്നെ പുണ്യോപേതം, ഉപേതം, പുണ്യങ്ങളോടു കൂടിയവൻ, പുണ്യവാന്മാരാൽ ചുറ്റപ്പെട്ടവൻ, പുണ്യവാന്മാരാൽ ചുറ്റപ്പെട്ടവനും, പിന്നെ പുണ്ടരീകായദാക്ഷം, പുണ്ടരീകം താമരയാണ്,
അക്ഷം കണ്ണാണ്. അപ്പോൾ താമരക്കണ്ണനും എന്നർത്ഥം. താമര പോലെയുള്ള കണ്ണുകളുള്ളവനും. സർവലോക ഏകനാഥം, എല്ലാ ലോകത്തിനും ഏകനാഥനുമായ വിഷ്ണു വന്ദേ, വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോത്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. കാർമേഘത്തിൻ്റെ ശ്യാമള നിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നവനും ശ്രീവത്സം എന്ന അടയാളത്തോടു കൂടിയവനും കൗസ്തുഭം എന്ന രത്നത്താൽ ശോഭിക്കുന്ന അംഗങ്ങളുള്ളവനും പുണ്യവാന്മാരാൽ ചുറ്റപ്പെട്ടവനും താമര പോലെയുള്ള കണ്ണുകളുള്ളവനും സർവലോകത്തിനും ഏകനാഥനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അർത്ഥം. ഈ 2 ശ്ലോകം ഒന്നിച്ച് വായിച്ച് ഒന്നിച്ച് അർത്ഥം പറയാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്ത സ്വഭാവത്തോടു കൂടിയവനും സർപ്പമാകുന്ന കിടക്കയിൽ കിടക്കുന്നവനും പൊക്കിളിൽ താമരയുള്ളവനും ദേവന്മാരുടെ എല്ലാ ഈശ്വരനും ലോകത്തിന് മുഴുവൻ അടിസ്ഥാനവും ആകാശം പോലെ സർവ്വവ്യാപിയും മേഘത്തിൻ്റെ നിറമുള്ളവനും ഐശ്വര്യപൂർണമായ അവയവങ്ങളുള്ളവനും മഹാലക്ഷ്മിയുടെ ഭർത്താവും താമരക്കണ്ണനും യോഗികളുടെ ഹൃദയത്തിൽ ധ്യാനസമയത്ത് എത്തുന്നവനും ജനന മരണ ദുഃഖങ്ങൾ അകറ്റുന്നവനും സർവ്വലോകത്തിന് നാഥനുമായ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോത്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. മേഘം പോലെ കറുപ്പു നിറമുള്ളവനും മഞ്ഞപ്പട്ടുടുത്തവനും ശ്രീവത്സം എന്ന മറുകുള്ളവനും കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്ന അവയവങ്ങളോടുകൂടിയവനും പുണ്യം നിറഞ്ഞവരാൽ ചുറ്റപ്പെട്ടവനും താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകളുള്ളവനും സർവലോകത്തിനും ഏകനാഥനുമായിരിക്കുന്ന വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു എന്ന് ശ്ലോകം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം 2 ശ്ലോകങ്ങൾ ഇത്ര എടുത്താൽ മതി, തെറ്റില്ലാതെ ചൊല്ലുക. അപ്പം ഇത്രയും ശ്ലോകങ്ങൾ 4 ധ്യാന ശ്ലോകങ്ങളായി. ഇത് 4ഉം ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. ക്ഷീരോധന്വൽപ്രദേശേ ശുചിമണിവിലസ സൈകതേ മൗക്തികാനാം മാലാക്ലിപ്താസനസ്തസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഹാം ശുഭ്രൈരഭ്രൈരഥഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈരാനന്ദി ന പുനയാദരി നളിനഗതാശങ്കപാണിർമുകുന്ദഃ ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദ്യൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരകോ ഭോഗിഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ ത്രിഭുവനവൗഷം വിഷ്ണുമീശം നമാമി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോത്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഇതിൻ്റെ അർത്ഥം ടോട്ടൽ ഒന്നും കൂടി പറയാം. അതായത് നിങ്ങൾ കറക്ഷൻ ചെയ്തപ്പം ഒത്തിരി പേര് വാക്കുകളൊക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടി പറയുന്നത്. പാലാഴിക്കരയിൽ നിർമ്മലമായ മുത്തുമണികൾ കൊണ്ടുണ്ടാക്കിയ പോലെയുള്ള മണൽത്തിട്ടയിൽ മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സ്ഫടികം പോലെ ശോഭിക്കുന്ന മുത്തുപതിച്ച ആഭരണങ്ങൾ അണിഞ്ഞവനും ആകാശത്തിൽ നിറഞ്ഞ വെൺമേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന അമൃതഗണങ്ങളാൽ ആനന്ദിക്കുന്നവനും ചക്രം, താമര, ഗദ, ശംഖ എന്നിവ കൈകളിൽ പിടിച്ചിരിക്കുന്നവനുമായ മുകുന്ദൻ നമ്മളെ പരിശുദ്ധരാക്കട്ടെ എന്ന ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് ഭൂപാദൗ യസ്യ നാഭിർ എന്നുള്ളത്. ഇവിടെ
കുറേ ആൾക്കാർ നാഭിർ വിയതനു അനിലം, വിയതെന്ന് പറഞ്ഞാൽ ആകാശം, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, അനിലൻ വായു, ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയവ. ഇങ്ങനെ ആ വാക്കുകൾ അർത്ഥം അറിഞ്ഞല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എങ്ങനെയൊക്കെയോ അത് വായിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു തരാം. ആരുടെ പാദങ്ങൾ ഭൂമിയും പൊക്കിൾ ആകാശവും പ്രാണൻ വായുവും കണ്ണുകൾ ചന്ദ്രസൂര്യന്മാരും ചെവികൾ ദിക്കുകളും ശിരസ് സ്വർഗവും വാക്ക് അഗ്നിയും ഭവനം കടലും വയറ് ദേവമാനുഷ പശുപക്ഷി ഉരക ഗന്ധർവ ദൈത്യവർഗങ്ങളുടെ ഇരിപ്പിടവും. അത് ശ്ലോകത്തിൽ എവിടെയായിരുന്നു? സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യേഹി. സുരന്മാർ ദേവന്മാർ, നരന്മാർ മനുഷ്യർ, ഖഗങ്ങൾ പക്ഷികൾ, ഗോക്കൾ മൃഗങ്ങൾ, ഭോഗി ഉരകങ്ങൾ, ഗന്ധർവ ദൈത്യേഹി ഗന്ധർവന്മാരും ദൈത്യന്മാർ അസുരന്മാർ, ഇവരെ എല്ലാം. അതായിരുന്നു അർത്ഥം. അപ്പം ദിക്കുകളും ശിരസ് സ്വർഗവും വാക്ക് അഗ്നിയും ഭവനം കടലും വയറ് ദേവമാനുഷ പശുപക്ഷി ഉരക ഗന്ധർവ വർഗങ്ങളുടെ ഇരിപ്പിടവും ആയിരിക്കുന്നുവോ. മൂവുലകിനുടൽ ചേർന്ന ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തേത് ശാന്ത സ്വഭാവത്തോടു കൂടിയവനും സർപ്പമാകുന്ന കിടക്കയിൽ കിടക്കുന്നവനും പൊക്കിളിൽ താമരയുള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് മുഴുവൻ അടിസ്ഥാനവും ആകാശം പോലെ സർവ്വവ്യാപിയും മേഘത്തിൻ്റെ നിറമുള്ളവനും ഐശ്വര്യപൂർണമായ അവയവങ്ങളുള്ളവനും മഹാലക്ഷ്മിയുടെ ഭർത്താവും താമരക്കണ്ണനും യോഗികളുടെ ഹൃദയത്തിൽ ധ്യാന സമയത്ത് എത്തുന്നവനും ജനന മരണ ദുഃഖങ്ങൾ അകറ്റുന്നവനും സർവ്വലോകത്തിന് നാഥനായ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. നാലാമത്തെ മേഘം പോലെ കറുപ്പ് നിറമുള്ളവനും മഞ്ഞപ്പട്ടുടുത്തവനും ശ്രീവത്സം എന്ന മറുകുള്ളവനും കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്ന അവയവങ്ങളോടുകൂടിയവനും പുണ്യം നിറഞ്ഞവരെ ചുറ്റപ്പെട്ടവനും താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകളുള്ളവനും സർവ്വലോകനാഥനുമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു എന്ന്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.